ഹലോ എവ്രിബഡി, വെൽക്കം ടു മെഡി ടോക്ക്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടർ അബ്ദുൾ റഷീമാണ്. നമസ്കാരം സർ. ഇന്ന് നമ്മൾ മെഡി ടോക്കിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചാണ്. മുട്ട് തേയ്മാനം, മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നിവയോടനുബന്ധിച്ച് അനേകം സംശയങ്ങളാണ് സാധാരണ ജനങ്ങൾക്കുണ്ടാവാറുള്ളത്. സർ, എന്താണ് മുട്ട് തേയ്മാനം എന്നൊന്ന് വിശദീകരിക്കാമോ? മുട്ട് തേയ്മാനം എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു അസുഖമായിട്ട് പറയാൻ കഴിയില്ല. നമ്മളിപ്പോൾ പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അതായത് നമ്മുടെ മുടി നിരക്കുക, അതുപോലെ തന്നെ തൊലിയിലുണ്ടാകുന്ന ചുളിവ്, അതുപോലെ തന്നെ മറ്റ് കഴുത്തിലുണ്ടാകുന്ന വേദന, കഴുത്തിലുണ്ടാകുന്ന തേയ്മാനം, അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ മുട്ടിലുണ്ടാകുന്ന തേയ്മാനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൂടുതൽ ആ ജോയിൻ്റ് യൂസ് ചെയ്ത് വരുമ്പോൾ, ഇപ്പോൾ നമ്മളെ ഒരു കാറിൻ്റെ ടയർ ഒരുപാട് കാലം ഓടിക്കഴിഞ്ഞാൽ ആ ടയറിലുണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ, തേയ്മാനങ്ങൾ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ മുട്ടിലുണ്ടാകുന്ന തേയ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് പറയുകയാണെങ്കിൽ, എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ആദ്യം തന്നെ ഈ മുട്ടിൻ്റെ ഘടനയെക്കുറിച്ചൊന്ന് ചെറുതായിട്ട് സംസാരിക്കാം. അതായത് നമ്മളിപ്പോൾ ഈ മുട്ടിൻ്റെ നീ ജോയിൻ്റ് എന്ന് പറയുന്നത്, അതായത് ആർട്ടിക്കുലർ കാർട്ടിലേജ്, അതായത് മുട്ടിൻ്റെ അഗ്രഭാഗത്തുള്ള അസ്ഥി, അതിനെ പറയുന്നതാണ് നമ്മൾ ആർട്ടിക്കുലർ കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി. ഈ തരുണാസ്ഥിയിലുണ്ടാവുന്ന തേയ്മാനത്തിനെയാണ് നമ്മൾ ഡീജനറേറ്റീവ് ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് സാധാരണയായി പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഈ തേയ്മാനം, ഡീജനറേറ്റീവ് ഓസ്റ്റിയോആർത്രൈറ്റിസ്, മുട്ടിൻ്റെ ഓരോ കമ്പാർട്ട്മെൻ്റ് ഉണ്ട് നമുക്ക്. മീഡിയൽ കമ്പാർട്ട്മെൻറ്റ്, ലാറ്ററൽ കമ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ പെറ്റലോഫെമറൽ കമ്പാർട്ട്മെൻറ്റ്. ഇതിൽ ഏത് ഭാഗത്തിനെയാണോ എഫക്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഈ തേയ്മാനത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. പിന്നെ ഈ തേയ്മാനം വന്നു കഴിഞ്ഞാൽ, ഈ അഗ്രഭാഗത്തുള്ള നമ്മൾ തരുണാസ്ഥിയിൽ തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഈ തരുണാസ്ഥി നശിച്ചു പോവുകയും അതുപോലെ തന്നെ ഈ എല്ലുകൾ തമ്മിൽ കൂട്ടി ഉരസാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പേഷ്യൻസിന് വേദന വരുന്നതും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ, നടക്കാൻ വിഷമങ്ങൾ വരുന്നതും ഒക്കെ ഉണ്ടാവുന്നത്. സർ, അപ്പം എന്തൊക്കെയാണ് മുട്ട് തേയ്മാനത്തിന്റെ ലക്ഷണങ്ങൾ? എപ്പോൾ മുതലാണ് ഈ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്? നമ്മൾ മുട്ട് തേയ്മാനത്തിന് സാധാരണയായി രോഗികൾ നമ്മളടുത്ത് വരുന്നത് ഈ വേദന എന്ന് പറഞ്ഞുകൊണ്ടാണ്, മുട്ടിന് വേദന എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ വേദന ചില പേഷ്യൻസിന് ഈ പറഞ്ഞ പോലെ അവർ പറയും നമുക്ക് രാത്രി മാത്രമേ വേദനയുള്ളൂ, അല്ലെങ്കിൽ ഡേ ടൈമിൽ മാത്രമേ വേദനയുള്ളൂ എന്നൊക്കെ പറയും. ചില പേഷ്യൻസ് ഈ പറഞ്ഞ പോലെ വേദനയുടെ കൂടെ തന്നെ മുട്ട് മടക്കാനും നീർത്താനും നല്ല വിഷമമുണ്ടെന്ന് പറയും നമ്മൾ. അങ്ങനത്തെ പേഷ്യൻസിന് ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് ആദ്യം നമ്മളൊരു എക്സ്റേ എടുക്കുകയും അത് ഏത് ടൈപ്പ്, അതായത് നമ്മൾ മുട്ട് തേയ്മാനം എന്ന് പറയുമ്പോൾ ഒരു 4-5 രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്റ്റേജ് വെച്ചിട്ട്. അപ്പോൾ ആ സ്റ്റേജ് വെച്ചിട്ട് അത് ഏത് സ്റ്റേജിലാണെന്ന് അവരെ ക്ലാസിഫൈ ചെയ്യുകയും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇനി അഡ്വാൻസ്ഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ, അതായത് ഈ വേദനയുണ്ട്, മുട്ട് മടക്കാൻ നല്ല വിഷമമുണ്ട്, നീർത്താൻ നല്ല വിഷമമുണ്ട്, സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ഒക്കെ നല്ല വിഷമമുണ്ട്, അതുപോലെ തന്നെ മുട്ടിന് വളവ് അനുഭവപ്പെടും ചില പേഷ്യൻസിന്. അതായത് അഡ്വാൻസ്ഡ് സ്റ്റേജ്, അതായത് ഈ രോഗം മൂർച്ഛിച്ച് അതിൻ്റെ ഏറ്റവും വലിയ സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഈ മുട്ടിന് വളവ് അനുഭവപ്പെടുക. അപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് കാണാറുണ്ട്, ചില രോഗികൾ ഈ പറഞ്ഞു വരുമ്പോൾ, നടന്നു വരുമ്പോൾ അവരുടെ മുട്ടിന് വളവ് അനുഭവപ്പെടാറുണ്ട്. അതായത് മുട്ടിൻ്റെ പുറം ഭാഗത്തോട്ടും ഉൾഭാഗത്തോട്ടും മുട്ടിന് ചിലപ്പോൾ വളവ് അനുഭവപ്പെടാം. അപ്പോൾ അത് നമ്മൾ ജനുവാരം, അതായത് മുട്ടിങ്ങനെ റാ പോലെ വളഞ്ഞിരിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ ജനുവാൽഗം, അല്ലെങ്കിൽ നോക്നി, അതായത് മുട്ടിങ്ങനെ പുറം ഭാഗത്തോട്ട് മുട്ട് രണ്ടും കൂട്ടി മുട്ടുന്ന രീതിയിൽ നോക്നി എന്ന് പറയും അത്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായിട്ട് രോഗികൾ നമ്മളടുത്ത് വരാറുള്ളത്. പിന്നെ ചില പേഷ്യൻസ് നമ്മളടുത്ത് പറയും അവർ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ നല്ല വിഷമമാണെന്ന് പറയും, ഇരിക്കുമ്പോഴൊക്കെ ഇന്ത്യൻ ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല വിഷമമാണെന്ന് പറയും. ഇതൊക്കെയാണ് സാധാരണയായി നമ്മൾ കാണാറുള്ളത് മുട്ട് തേയ്മാനത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട്. സർ, ഇപ്പോൾ പറഞ്ഞു മുട്ട് തേയ്മാനത്തിൻ്റെ ലക്ഷണങ്ങൾ, മുട്ടിൻ്റെ വളവിനെ കുറിച്ചും പല സ്റ്റേജുകളുള്ളതായിട്ടും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏതൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമ്മൾ നിർദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോൾ ഈ തേയ്മാനത്തിൻ്റെ ഞാൻ പറഞ്ഞു, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓസ്റ്റിയോആർത്രൈറ്റിസ്, അതായത് തേയ്മാനം മൂർച്ഛിച്ചുകൊണ്ട് അതായത് അഡ്വാൻസ്ഡ് ലെവലിൽ എത്തുമ്പോഴാണ് നമ്മൾ സാധാരണ ലെവൽ കണ്ടീഷൻസിൽ ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്നത്. അത് നമ്മൾ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടും അതുപോലെ തന്നെ എക്സ്റേ കണ്ടിട്ടുമാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. പേഷ്യൻറ്റിന് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണോ എന്നുള്ളത്. പിന്നെ ഈ സാധാരണ ഈ ഡീജനറേറ്റീവ് ഓസ്റ്റിയോആർത്രൈറ്റിസ് അല്ലാണ്ട് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരുപാട് വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട്. അതിൽ കോമൺ ആയിട്ട് വരുന്നതാണ് ഈ ആമവാദം, അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് നമ്മൾ പറയും. ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നമ്മൾ ഈ പറഞ്ഞ പോലെ അതും അതിൻ്റെ കണ്ടീഷൻ മൂർച്ഛിച്ച്
അഡ്വാൻസ്ഡ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻസിന് ഈ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി പറയാറുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ മുട്ടിൻ്റെ അലൈൻമെൻറ്റ് ഇഷ്യൂസിൽ വരുന്ന പ്രശ്നങ്ങൾക്കുണ്ട്. അതായത് ഈ ലിഗമെന്റ് ഇഞ്ചറീസിൻ്റെ ഭാഗമായിട്ട് മുട്ടിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അതായത് മുട്ടിൻ്റെ ആ ഒരു ബലം ഉണ്ടാവില്ല മുട്ടിന്. അപ്പോൾ ആ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ ആർട്ടിക്കുലർ കാർട്ടിലേജ് തമ്മിൽ കൂട്ടിയരസുകയും മുട്ടിന് തേയ്മാനം ഏർലി സ്റ്റേജിൽ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിലും നമ്മൾ ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിക്കാറുണ്ട്. പിന്നെ നമ്മൾ കണ്ടുവരുന്നത് ഈ തേയ്മാനം എന്ന് പറയുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയും. അതായത് എന്തെങ്കിലും മുട്ടിന് പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലുകൾക്ക് പൊട്ടലുണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുട്ടിനുണ്ടാവുന്ന തേയ്മാനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന തേയ്മാനത്തിനും അതും ഈ പറഞ്ഞ പോലെ അതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിക്കാറുണ്ട്. സർ, അപ്പോൾ എങ്ങനെയാണ് ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഈ ശസ്ത്രക്രിയ നടത്തുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഇപ്പോൾ രോഗികളോട് പറയുകയാണെങ്കിൽ നമ്മൾ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ അവരുടെ മുട്ടിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ കീറലിട്ടുകൊണ്ട് നമ്മൾ ഈ ചിരട്ട മാറ്റി വെക്കും. ഓക്കെ, എന്നിട്ട് ഈ ചിരട്ട മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മുട്ടിൻ്റെ അഗ്രഭാഗത്തുള്ള ഈ അസ്ഥിനെ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ മുട്ട് മൊത്തമായിട്ട് എടുത്ത് മാറ്റി വെക്കുകയാണോ എന്നുള്ളത്. അങ്ങനെയല്ല. ഈ അഗ്രഭാഗത്തുള്ള ഈ ആർട്ടിക്കുലർ കാർട്ടിലേജ് അത് മാത്രമാണ് മെയിനായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതായത് ഈ മേലത്തുള്ള തൊടയലിൻ്റെ ഈ അഗ്രഭാഗത്തുള്ള ഏകദേശം ഒരു 9 മില്ലിമീറ്റർ അത്ര മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ അടിയിലുള്ള ഈ എല്ലിൻ്റെ ഒരു 8 മുതൽ 9 മില്ലിമീറ്റർ മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. 9 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ചെറുതാണ്, 1 സെൻറ്റിമീറ്ററിലും താഴെയുള്ളതാണ്. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ മേലെയുള്ള ഈ ഭാഗത്ത് ഈ തൊടയലിൻ്റെ ഈ അഗ്രഭാഗത്തുള്ള ഈ ആർട്ടിക്കുലർ കാർട്ടിലേജിൻ്റെ ഭാഗത്ത് ഒരു മെറ്റൽ ക്യാപ്പ് ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഈ അടിഭാഗത്ത് നമ്മളൊരു മെറ്റൽ പ്ലേറ്റ് വെച്ച് കൊടുക്കും. എന്നിട്ട് ഈ മെറ്റൽ പ്ലേറ്റും ഈ മെറ്റൽ ക്യാപ്പും വെച്ചതിന് ശേഷം നമ്മൾ ഈ മുട്ടിൻ്റെ 2 ഭാഗത്തും ഇവിടെ നടുക്ക് ഒരു കുഷൻ വെച്ച് കൊടുക്കും. കുഷൻ എന്ന് പറയുമ്പോൾ നമ്മളതിന് ഒരു ഹൈ മോളിക്കുലർ വെയിറ്റ് പോളിയെത്തിലിൻ എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണത്. അത് വെച്ച് കൊടുക്കും. അപ്പോൾ ഈ കുഷൻ്റെ മേലെയാണ് പിന്നെ മുട്ട് മടക്കാനും നീർത്താനും പേഷ്യൻസിന് പറ്റുന്നത്. ഇതുതന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഇംപ്ലാൻസിൻ്റെ ചില വ്യത്യാസങ്ങളുണ്ട്. ചില പേഷ്യൻസിന് ചില ഇംപ്ലാൻസ് ഉപയോഗിക്കുമ്പോൾ നല്ല മുട്ട് മടക്കാനും നിർത്താൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ മുട്ടിൽ ചെറുതായിട്ട് നമുക്ക് ഉള്ളിലോട്ടും പുറത്തോട്ടും മുട്ട് തിരിക്കാനും പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന ഇംപ്ലാൻസിൻ്റെ പ്രത്യേകതകളാണ് ഇത്. ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ചിരട്ടയുടെ മുൻഭാഗത്ത് കൂടെ നമ്മളൊരു ചെറിയ ഇൻസിഷൻ, ഒരു കീറലിട്ടുകൊണ്ട് ചിരട്ടനെ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടാണ് ചെയ്യുന്നത് പറയുന്നു. അപ്പോൾ അതിൽ നമ്മൾ ചിലപ്പോൾ ഈ മസിലിനെ കട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പ്രൊസീജിയർ ഉണ്ട്. മസിലിനെ കട്ട് ചെയ്യാണ്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സും ഉണ്ട്. അതായത് മസിലിനെ കട്ട് ചെയ്യുമ്പോൾ മീഡിയൽ പാരാപെറ്റലാർ അപ്രോച്ച് എന്നൊക്കെ പറയും. ക്വാഡ്രിസെപ്സ് മസിലിനെ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇനി വേറൊരു രീതിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മസിലിനെ കട്ട് ചെയ്യാണ്ട് മസിലിനെ തന്നെ അങ്ങ് മാറ്റി വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അത് സബ്വാസ്റ്റസ് അപ്രോച്ച് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പറഞ്ഞ പ്രൊസീജിയറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് പെയിൻ അധികം ഉണ്ടാകത്തില്ല. ഈ പറഞ്ഞ പോലെ ഏർലി റീഹാബിലിറ്റേഷൻ, അതായത് പേഷ്യൻറ്റിന് പെട്ടെന്ന് തന്നെ നടക്കാനും സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ഒക്കെ സാധിക്കുന്നു. ഹോസ്പിറ്റൽ സ്റ്റേ കുറവാണ്, ഡിഗ്രീസ്ഡ് ഹോസ്പിറ്റൽ സ്റ്റേ, അതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആക്ച്വലി. മുട്ടിൻ്റെ ബാക്കിലുള്ള ലിഗമെൻറ്റിനെ കട്ട് ചെയ്യാണ്ടേയും നമുക്ക് ഈ ഇംപ്ലാന്റ് ഇടാം ആക്ച്വലി. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ അത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ചും അതുപോലെ തന്നെ അത് ഡോക്ടറിൻ്റെ ചോയ്സുമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. സർ, അപ്പോൾ ഈ സർജറിക്ക് ഉപയോഗിക്കുന്ന ഇംപ്ലാന്റ്സ്, അതിൻ്റെ പ്രത്യേകതകൾ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുക. ഈ സർജറിക്ക് നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്ന ഇംപ്ലാന്റ്സ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ തൊടയലിൻ്റെ ഇപ്പോൾ ഈ അഗ്രഭാഗത്തുള്ള ഈ അസ്ഥി കട്ട് ചെയ്താൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റൽ ക്യാപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ടിബിയൽ ബേസ് പ്ലേറ്റ് എന്ന് പറയും. അടിയിലുള്ള ഈ എല്ലിൻ്റെ പീസ് കട്ട് ചെയ്ത് അവിടെ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് ടിബിയൽ ബേസ് പ്ലേറ്റ്. ഇത് രണ്ടും നമ്മൾ ബോൺ സിമെൻ്റ് എന്ന് പറയും. അതായത് നമ്മുടെ എല്ലുമായിട്ട് ചേരുന്ന രീതിയിലുള്ള ഒരു സിമെൻ്റാണത്, ബോൺ സിമെൻറ്റ്. അത് വെച്ചിട്ടാണ് ഉറപ്പിക്കുക. ഇത് രണ്ടും നമ്മൾ വെച്ച് ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നടുക്ക് ഒരു കുഷൻ പോലത്തെ സ്ട്രക്ചറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഹൈ മോളിക്കുലർ വെയിറ്റ് പോളിയെത്തിലിൻ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഈ ഒരിക്കൽ നമ്മളിത് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ
ഈ കുഷ്യൻ്റെ മേലെയാണ് ഈ മുട്ട് മടക്കുന്നതും നീർത്തുന്നതും ചെയ്യുന്നത്. പിന്നെ ഈ മുട്ട് മടക്കുന്നതും നീർത്തുന്നതും വെച്ചിട്ട് നമുക്ക് ഇംപ്ലാന്റ്സിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഫിക്സഡ് ബിയറിംഗ് നീ എന്ന് പറഞ്ഞിട്ടുള്ള ഇംപ്ലാന്റ് ഡിസൈൻ ഉണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ബിയറിംഗ് നീ എന്ന് പറഞ്ഞിട്ടുള്ള ഇംപ്ലാന്റ് ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഫിക്സഡ് ബിയറിംഗ് നീയിലാണെങ്കിൽ നമുക്ക് മുട്ട് മടക്കാനും നീർത്താനും മാത്രമാണ് മെയിൻലി സഹായിക്കുന്നത്. അപ്പോൾ മൊബൈൽ ബിയറിംഗ് നീയിലാണെങ്കിൽ നമുക്ക് മുട്ട് മടക്കാനും അതുപോലെ തന്നെ ചെറുതായിട്ട് ഉള്ളിലോട്ടും പുറത്തോട്ടും മുട്ട് തിരിക്കാനും ഉള്ള ഒരു ഡിസൈനും കൂടിയാണ് അതിൻ്റെ ഉള്ളത്. അപ്പോൾ അത് ഏത് ഡിസൈൻ വേണം എന്നുള്ളത് തീർച്ചയായും അത് ഡോക്ടറിൻ്റെ ചോയ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറിനെ കുറിച്ച് സംസാരിച്ചു. ഇനി ഇതല്ലാതെ പേഷ്യൻസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന മറ്റൊരു സംശയമാണ്, മുട്ട് മാറ്റി വെക്കുക അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിൽ നമുക്കിത് ചികിത്സിക്കാൻ പറ്റുമോ? അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടറുടെ ഒരു ഒപ്പീനിയൻ? അത് ഈ മുട്ട് മാറ്റി വെക്കാൻ ആക്ച്വലി ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ആ സ്റ്റേജ് അത്രയും അഡ്വാൻസ്ഡ് സ്റ്റേജിലെ ഡോക്ടർമാർ സാധാരണയായി പറയത്തുള്ളൂ. ഇനി മുട്ട് മാറ്റി വെക്കേണ്ട എന്നുള്ളൊരു തീരുമാനം എത്തുകയാണെങ്കിൽ താൽക്കാലികമായി അവർക്ക് ഈ അനാലിസിക്സ് ഒക്കെ കഴിക്കാം, പക്ഷെ അതൊന്നും ശാശ്വതമായ ഒരു പരിഹാരമല്ല. പിന്നെ ഓസ്റ്റിയോആർത്രൈറ്റിസിൻ്റെ ഏർലി സ്റ്റേജിൽ നമുക്കിപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വേദന മാത്രമൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അനാൽജസിക്സ്, വേദന സംഹാരികളും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ചെയ്യാന്ന് പറയും. നമ്മൾ ഈ മുട്ടിൻ്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും മസിൽസിനെ സ്ട്രോങ് ആക്കുന്ന എക്സസൈസ് പേഷ്യൻസിനെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി പെയിൻ വരികയാണെങ്കിൽ നമുക്ക് ഈ ലോക്കൽ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയും നമ്മൾ, PRP ഇഞ്ചെക്ഷൻ. അതായത് ഈ തേയ്മാനത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ഈ തരുണാസ്ഥിയുടെ ആ കോട്ടിങ് മാത്രം തേഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ PRP ഇഞ്ചെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ കാർട്ടിലേജ് റീജനറേഷന് സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ വിസ്കോ സപ്ലിമെൻറ്റ് ഇഞ്ചെക്ഷൻ ഉണ്ട്, ഈ ഹൈലറോണിക് ആസിഡ് ഇഞ്ചെക്ഷൻസ് പോലെയുള്ള വിസ്കോ സപ്ലിമെൻറ്റ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്. ആ ഇഞ്ചെക്ഷൻ കൊടുക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ആ മുട്ടിങ്ങിൻ്റെ കോട്ടിങ്ങിന് ഒരു സൂത്തനിങ് എഫക്റ്റ് പോലെ വരും. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആ പെയിനൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ കുറച്ചുകൂടി ഗ്രേഡ് കൂടി എന്നാൽ മുട്ട് മാറ്റി വെക്കാനുള്ള സ്റ്റേജും ആയിട്ടില്ല, അതായത് മുട്ടിൻ്റെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെൻറ്റിൽ മാത്രമാണ് തേയ്മാനം ഉള്ളതാണെങ്കിൽ നമുക്ക് പേഷ്യൻസിന് കൊടുക്കാവുന്ന വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മുട്ടിൻ്റെ ഈ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാവുന്ന ഒരു സർജറി. നമ്മളതിന് പറയുന്നതാണ് ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമി എന്നത്. അപ്പോൾ ഈ ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമി ചെയ്യുമ്പോൾ നമ്മളുടെ ആ തേയ്മാനം വന്ന ഭാഗത്തിന് ലോഡ് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് മറ്റേ ഭാഗത്തോട്ട് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പേഷ്യൻസിന് പെയിനൊക്കെ ഒന്ന് കുറയും, ആ മുട്ടിൻ്റെ ഈ പറഞ്ഞ പോലെ പേഷ്യൻസ് സിംറ്റംസും കാര്യങ്ങളും ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. മുട്ട് തേയ്മാനം, മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നിവയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഒരുവിധം ദൂരീകരിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതിനായി നമ്മളോട് സഹകരിച്ച ഡോക്ടർ അബ്ദുൾ റഷീം സാറിനോട് ഞങ്ങളുടെ നന്ദി പ്രകടിപ്പിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവർക്ക് നേരിട്ട് പിക്കേദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.